നമസ്കാരം. ഒരു കുട്ടി വർഷങ്ങൾക്ക് മുൻപ് എന്നും കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ കരയാൻ കാരണം കണ്ണുനീരിൻ്റെ മഴയിൽ നനഞ്ഞ്, തണുക്കാൻ കാരണം കഷ്ടപ്പാടിൻ്റെ നടുവിൽ നീറാൻ കാരണം അവൻ്റെ ദാരിദ്ര്യമായിരുന്നു. പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ പുസ്തകങ്ങൾ വാങ്ങണം, പുസ്തകങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ കഴിയില്ല. കാരണം അതിനുള്ള സാമ്പത്തികമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല. കൊടിയ ദാരിദ്ര്യം. ഒരു ചെറ്റക്കുടിലിൽ താമസം. ഓലക്കുടിൽ എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ഓല മേഞ്ഞെങ്കിൽ മാത്രമേ അത് ഓലക്കുടിലാണെന്ന് പറയുവാൻ കഴിയൂ. അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന ആ കുടിൽ ജീവിതം ദുരിതപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞ് കൂട്ടൻ എന്ന് പറയുന്ന ആ ബാലൻ തൻ്റെ സുഹൃത്തായ, കൂട്ടുകാരനായ, സമ്പന്നനായ, എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി കഴിയുന്ന ബാബുവിനോട് പറഞ്ഞു, ബാബു, നിനക്ക് ഉള്ളതൊരു ടെറസ് വീടാണ്. ഞാൻ ഇതുവരെ ടെറസ് വീട് കണ്ടിട്ടില്ല. നീ എന്നെ നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാബു പറഞ്ഞു, നിന്നെ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല. അച്ഛനും അമ്മയും വഴക്ക് പറയും. കാരണം നീ കറുത്തവനും ദരിദ്രനുമാണ്. അതുകൊണ്ട് അവരില്ലാത്തൊരു അവധി ദിവസം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് സ്നേഹത്തോട് പറഞ്ഞു. ഉച്ചനേരമായപ്പോൾ കുട്ടൻ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് കിട്ടിയ 2 വറ്റ് കഴിച്ചിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ബാബു അവനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അവനകത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവനിൽ അത്ഭുതമുളവാക്കി. ഇരുന്നാൽ പതുങ്ങുന്ന സോഫകൾ, കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന സ്വീകരണ മുറികൾ, മിനുസമുള്ള തറ, പല വർണ്ണങ്ങൾ കൊണ്ട് തീർത്ത ജനൽ കർട്ടനുകൾ, വാതിൽ കർട്ടനുകൾ, ഡൈനിങ് ടേബിൾ, പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ. ഇതെല്ലാം കണ്ട് ദരിദ്രനായ കുട്ടൻ താഴെ ഇറങ്ങി വന്നപ്പോൾ വീട്ടുമുറ്റത്തൊരു നായ്ക്കൂട്. അതിൽ വെളുത്ത പൊമേറിയൻ നായ്ക്കുട്ടി. ആ പട്ടിക്കുട്ടിയുടെ മുൻപിൽ ഒരു വെളുത്ത പാത്രം. കഞ്ഞിക്കലത്തിൽ കൈയിട്ട് 2 വറ്റ് കഴിച്ചിട്ട് വന്ന കുട്ടൻ ഇത് കണ്ട് കണ്ണു തള്ളിപ്പോയി. ആ പാത്രത്തിൽ ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ, ചോറ്. അന്തം വിട്ട കുട്ടൻ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങിയപ്പോൾ അധ്യാപകൻ ഓരോ കുട്ടികളോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന്. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, ഇങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ അവരറിയിച്ചു. അവസാനം അധ്യാപകൻ കുട്ടനോട് ചോദിച്ചു, നിനക്ക് എന്താകാനാണ് ആഗ്രഹം? മാഷേ, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. കാരണം ആഹാരമെങ്കിലും കിട്ടുമല്ലോ കഴിക്കാൻ. കാരണങ്ങൾ അറിഞ്ഞപ്പോൾ ആകാശത്തിനും മേഘങ്ങൾക്കും സങ്കടം വന്നു. ആ സങ്കടം അവൻ മഴയായി പെയ്തിറക്കി. ഇത് കേട്ട് അധ്യാപകരും കൂട്ടുകാരും ചേർന്ന് അവന് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു, പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. 8ാം ക്ലാസ്സിൽ 8ാം റാങ്കും 9ാം ക്ലാസ്സിൽ 4ാം റാങ്കും. പിന്നെ ഉയർന്ന റാങ്കുകളോട് പഠിച്ചു കൂട്ടൻ. പിന്നെ ഡൽഹിയിൽ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് വീണ്ടും സ്കോളർഷിപ്പോടെ ലണ്ടനിൽ പഠിച്ചു. ഗവേഷണങ്ങളും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ തലവൻ കുട്ടൻ്റെ കൈവശം ഒരു കത്ത് കൊടുത്തിട്ട്, ഇത് നിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൈവശം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രധാനമന്ത്രിയല്ല, അന്നത്തെ പ്രധാനമന്ത്രി, നവഭാരതത്തിൻ്റെ ശില്പി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. ആ കത്തിലിങ്ങനെയാണ് എഴുതിയിരുന്നത്, ഈ കുട്ടിയെ പിടിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിലെ സ്ഥാപനത്തിലെ അധ്യാപകനാക്കരുതെന്ന്. ഇയാൾ രാജ്യത്തിന് തന്നെ നല്ലതാണ്, ഇയാൾക്ക് രാജ്യത്തെ പഠിപ്പിക്കാൻ കഴിയുമെന്ന്. കൂട്ടൻ അതൊന്നും കേട്ടില്ല. കൂട്ടൻ നാട്ടിൽ വന്നു ഒരു കോളേജിൽ അധ്യാപകനായി. 1 വർഷം കഴിഞ്ഞപ്പോൾ നെഹ്റുജി വിളിച്ചു പറഞ്ഞു, നീ പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ മതി, ഇനി രാജ്യത്തിനെക്കുറിച്ച് പഠിക്കുവാൻ വിദേശത്ത് പോകുവാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു. കൂട്ടൻ ജയിച്ചു. MB ആയി, കേന്ദ്രത്തിൽ സഹമന്ത്രിയായി. ഒടുവിലൊരു പ്രഭാതത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ കൂട്ടത്തിൽ ഭാരതത്തിൻ്റെ ആത്മാവിന് മുറിവേറ്റ ആ ദിവസം, ഭാരതം വിറങ്ങലിച്ചു നിന്ന നിമിഷത്തിൽ, പള്ളി പൊളിക്കുകയും അഴിമതി, അരാജകത്വം കൊടികുത്തിയ വാഴുന്ന സമയത്ത് ഇന്ത്യയുടെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളുടെ കൂട്ടത്തിൽ ലോകം മുഴുവനുമുള്ള ഇന്ത്യക്കാർക്ക്, വിശിഷ്യ മലയാളികൾക്ക് അഭിമാനത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് പ്രഭാതത്തിൽ ഒരു സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ബാബുവിൻ്റെ വീട്ടിലെ നായക്കുട്ടിയാകാൻ ആഗ്രഹിച്ച ആ പാവപ്പെട്ട കുട്ടി, ആ കറുത്ത കുട്ടി വളർന്നു വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ കറുത്തവനും ദളിതനുമായ ആദ്യത്തെ പ്രസിഡൻ്റായി, രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എന്നാണ് ആ വാർത്ത. രാമൻ്റെ മകൻ കൂട്ടനെ ലോകം വിളിച്ചത് KR നാരായണൻ എന്നായിരുന്നു. ഓരോരുത്തരെയും കുറിച്ചുള്ള ഇൻസ്പിറേഷനുകൾക്കും മോട്ടിവേഷനെയും കുറിച്ച് നമ്മൾ ഒന്നും തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മുൻപേ നമ്മളുടെ മുൻപിലൂടെ കടന്നുപോയവരെ നോക്കിയാൽ മതി. അച്ചടിച്ച പുസ്തകത്താളുകളിൽ നിന്ന് കിട്ടാത്ത അനുഭവം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഹാവ് എ നൈസ് ഡേ.